ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കരുത്തേകി വാഗമണ്ണിലെ ഹെലികോപ്റ്റർ സവാരി. വാഗമൺ, തേക്കടി, മൂന്നാർ തുടങ്ങിയ വിനോദസഞ്ചാര മേഖലകളെ ലക്ഷ്യം വെച്ചാണ് ഈ പദ്ധതി. ഭൂമി സംബന്ധമായ നടപടികൾ നടന്നു വരികയാണെന്ന് MLA വാഴൂർ സോമൻ പറഞ്ഞു. ഇതോടെ കേരളത്തിലെ മലയിടുക്കുകളുടെയും തേയിലത്തോട്ടങ്ങളുടെയും ആകാശ ദൃശ്യങ്ങൾ വിനോദസഞ്ചാരികൾക്ക് ആസ്വദിക്കാൻ എളുപ്പമാകും. ലോക ടൂറിസം ഭൂപടത്തിൽ ഏറെ ശ്രദ്ധ ആകർഷിച്ചു നിൽക്കുന്ന വിനോദസഞ്ചാര മേഖലയാണ് ഇപ്പോൾ വാഗമൺ. ദിനംപ്രതി നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. വാഗമണിന് പുതിയൊരു കരുത്തും പകരുന്ന പദ്ധതിയാണ് ഈ ഹെലികോപ്റ്റർ സവാരി. ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര മേഖലകളെ കൂട്ടിയിണക്കാനും കഴിയുന്നതാണ് ഹെലികോപ്റ്റർ പദ്ധതി. വാഗമണ്ണിൽ നിന്നും തേക്കടി, മൂന്നാർ എന്നിവിടങ്ങളിലേക്കാണ് സവാരി നടത്തപ്പെടുക. ഇതിനായി വാഗമൺ DTPC അഡ്വഞ്ചർ പാർക്ക് കവാടത്തിനുള്ളിൽ സ്ഥലം കണ്ടെത്തി പരിശോധന നടത്തി തുടങ്ങുന്നു. ഭൂമിയുമായി ബന്ധപ്പെട്ട നടപടികൾ നടന്നു വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് മുൻപാകെ ഉടൻ സമർപ്പിക്കുമെന്നും ഇത് ടൂറിസത്തിന്റെ വികസന ചരിത്രത്തിൽ തന്നെ പുതിയൊരു നാഴികക്കല്ലായി മാറും. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഏവിയേഷൻ ലൈസൻസ് ഉള്ള സ്വകാര്യ കമ്പനിയാണ് പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത്. ഭൂമിയുമായി ബന്ധപ്പെട്ട നടപടികൾ കൂടി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. കയാക്കിംഗ്, പാരാഗ്ലൈഡിംഗ്, ഗ്ലാസ് ബ്രിഡ്ജ് തുടങ്ങിയ നിരവധി സാഹസിക വിനോദ ഇനങ്ങൾ ഇപ്പോൾ വാഗമണിലുണ്ട്. ഇവയെല്ലാം നിരവധി സഞ്ചാരികൾ ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പദ്ധതി വിജയകരമാകുമെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. കൂടാതെ വാഗമൺ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തൻ ഉണർവുണ്ടാവാനും പദ്ധതി സഹായമാകുമെന്നും അഭിപ്രായമുണ്ട്. ഭൂമിശാസ്ത്രപരമായി വാഗമൺ അതിമനോഹരമായ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികളുടെ മനം കവരാനും ഈ വാഗമണിന് സാധിക്കും. ഇങ്ങനെയൊരു പദ്ധതി കൂടെ വന്നു കഴിഞ്ഞാൽ വാഗമണ്ണിലേക്ക് ആളുകളുടെ തിക്കും തിരക്കുമായിരിക്കും.